ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായീസ് കോർണർ. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ഐറ്റമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. സദ്യയിലും അതുപോലെ തന്നെ നെയ്ച്ചോറ്, ബിരിയാണി ഇതിലൊക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ളവരൊക്കെ കയ്യിൽ കിട്ടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഇത് പഴുത്ത പാഷൻ ഫ്രൂട്ട് നോക്കി നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഹസ്ബൻഡ് തന്നെയാണ് ഇതൊക്കെ നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾക്ക് ഭയങ്കര താല്പര്യമാണ് കൃഷിയിലൊക്കെ. അപ്പോൾ നമുക്കിത് നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് നമുക്ക് പറിച്ചെടുക്കാം. പാഷൻ ഫ്രൂട്ട് നമുക്കറിയാം വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 11ഓളം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പൾപ്പൊക്കെ എടുക്കണം. ആ പാഷൻ ഫ്രൂട്ട് പിന്നെ വൈറ്റമിൻ എ അതുപോലെ ധാരാളം ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. കണ്ണിൻ്റെ വൈറ്റമിൻ എ തന്നെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ദാഹശമനിയാണ് കേട്ടോ ഇത്. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഇത് ഒരു പാഷൻ ഫ്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റ്, ഒരിക്കലും മടുക്കാത്തൊരു പിന്നെ ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നല്ല ടേസ്റ്റ് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ പൾപ്പ് ഇങ്ങനെ എടുത്താൽ മതി. അതിൻ്റെ പിന്നെ ഒരു കോട്ടിംഗ് ഇല്ലേ, കവറായിട്ടുള്ള വെള്ള, അതൊക്കെ നമുക്ക് എടുക്കാം. അതൊന്നും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഭാഗം ചെത്തിയിട്ട് സ്പൂൺ കൊണ്ട് അങ്ങ് കോരി എടുത്താൽ മതി. ഇത് വെച്ച് സ്ക്വാഷ്, ജാമ്, മിഠായി, ജെല്ലി എല്ലാം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഇതാണ്. കുറേ മുന്നേ ഞാനിതിൻ്റെ മിഠായി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ജെല്ലിയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1-2 വർഷം മുന്നേ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് നമുക്ക് എത്ര കിട്ടിയാലും എന്താ പിന്നെ നമുക്ക് ഇടയ്ക്ക് ദാഹം തോന്നുന്ന സമയത്തൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. ചില നാട്ടിൽ ഇതിന് സർബത്തും കായ എന്ന് പറയാറുണ്ടേ. അപ്പോൾ നമ്മളിതേ ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്, ഇളക്കിയിട്ട്. എന്താ വെച്ചാൽ ഈ പാടല്ലേ, ഇതിൻ്റെ ഒരു പാട പോലുള്ള കവറിങ് ഇല്ലേ, അത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈ പാട നമുക്ക് ഒഴിവാക്കേണ്ടത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതേ പാട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കുന്നുണ്ട്. ആ കുരു ഒന്നും പൊട്ടാതെ, കുരു പൊട്ടുന്നത് നല്ലതാണ്, കുരു പൊട്ടാതെ കാണാൻ ഭംഗിക്കും വേണ്ടിയിട്ടാണ്. കുരു പൊട്ടാതെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എത്രയും മതി കേട്ടോ. കുരു പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ കറുപ്പ് ഇങ്ങനെ കാണണ്ടെന്ന് വിചാരിച്ചു. കുരുവൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്, അതിലൊക്കെ ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ ഒരു 4 അച്ച് ശർക്കര പിന്നെ ചോറ് അടുപ്പത്തിട്ടിരുന്നു, അതിന് മേലെ ആ ചൂടുകൊണ്ട് ഉരുകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തിരി ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇടുന്നത് നല്ലതാണ്, കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇതേ ഫ്രിഡ്ജ് തുറന്നപ്പോൾ 5 കിട്ടിയിട്ടുള്ളത്. ഒന്ന് കഴുകി നമുക്ക് കുരു കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് വലിയ കഷ്ണങ്ങൾ എടുക്കാം കേട്ടോ, എത്രയായാലും കുഴപ്പമില്ല. വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 5-6 ഒക്കെ എടുക്കാം. നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിനനുസരിച്ച് എടുക്കാം കേട്ടോ, എരിവിനനുസരിച്ചും എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മെല്ലെ ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. പിളർത്തണ്ട, കഷ്ണങ്ങളാക്കി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കീറിയാൽ മാത്രം മതി. പിന്നെ കറിവേപ്പിലയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈത്തപ്പഴം ഒന്ന് കഴുകി കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പം നമുക്കിത് ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മൾ സാധാരണ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കില്ല, ഇതിലേറെ ടേസ്റ്റായി തോന്നുവേ. അപ്പോൾ നമ്മൾ ഇതേ വെളിച്ചെണ്ണ, ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുത്തു. ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് വഴറ്റി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഈ മുഴുവനോടെ ഇടുന്നതോടെ ചിലത് പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതൊന്ന് വഴന്നാൽ മതി. പച്ചമുളക് നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയാൽ ഒരിക്കലും എരിവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതേ അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം.
പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഈത്തപ്പഴം നമ്മൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ശരിക്കും നല്ലൊരു സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈത്തപ്പഴം നമ്മൾ ചേർക്കുകയാണെങ്കിൽ അത് ആദ്യം ചേർക്കണം. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുന്നത് കുഴപ്പമില്ല. ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈത്തപ്പഴം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ പുളി ഐറ്റംസിലൊക്കെ ചേർക്കുന്ന സമയത്ത്. ഇനി നമുക്കിതേ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം മുളക് പൊടി ചേർക്കാം. നിങ്ങൾ നല്ല പച്ചമുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ല എരിവുണ്ടെങ്കിൽ സാധാ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം, അത് നമുക്ക് ആ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ചാലും മതിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് കുമിൻ സീഡ്, ചെറിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അല്ലേ, അത് എത്രത്തോളം വേണം നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉരുക്കിയത് മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ടൊന്ന് ഇളക്കി നോക്കി നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഇല്ലാതെ ആ കറുത്ത കുരുവൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ വറുത്ത് നമ്മൾ പൊരിച്ചിട്ടതുപോലെ തോന്നും. നല്ല ടേസ്റ്റാണ് അത് കടിക്കാനൊക്കെ. അത് കടിച്ച് കഴിക്കണം എന്നാണ് പറയാറുള്ളത്. ആ കുരുവിലൊക്കെ ഫൈബർ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ്, എരിവ്, പുളി, മധുരം അതൊക്കെ നമ്മളൊരു പാകത്തിന് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുക. ഇതെല്ലാം പാകത്തിനായി വന്നിട്ട് നമ്മൾ ഇട്ടതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. കുട്ടികളൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണിത്. നമ്മൾ സാധാരണ ശർക്കരപ്പുളി ഉണ്ടാക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് കുറുകി വരികയും ചെയ്യും കേട്ടോ. നന്നായി തിളച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ആ ശർക്കര പാനി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല ഇതിൽ തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിത് നല്ല ഉണങ്ങിയ ഭരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ പുറത്ത് വെക്കുന്നതല്ല. ഏറ്റവും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. പുറത്ത് വെക്കണ്ട. പുറത്ത് വെച്ചാൽ എത്രത്തോളം നിൽക്കുമെന്ന് അറിയില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഉണക്കിയെടുത്തിട്ടുള്ള ഒരു ഭരണിയിൽ നമുക്കിത് പിന്നെ ഇട്ട് കൊടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം നമുക്ക് ഇതെടുക്കാവുന്നതാണ്. സൽക്കാരങ്ങളിലൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റമായി മാറുകയും ചെയ്യും. ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ സദ്യവട്ടത്തിലൊക്കെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് നെയ്ച്ചോറ്, ബിരിയാണിയിലൊക്കെ നമുക്ക് പിന്നെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.